ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ മീര. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരുമാതിരി കുറേ സ്ത്രീകൾക്ക്, ഒരു 70-80% സ്ത്രീകൾ അനുഭവിക്കുന്നതും അത് മാത്രമല്ല, അതിനുള്ളൊരു പരിഹാരം, ശാശ്വത പരിഹാരം കിട്ടാണ്ട് പല സ്ഥലങ്ങളിലും പോയി അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കലും പിന്നെ വീണ്ടും അതുണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. ലൂക്കോറിയ, അതായത് വജൈനൽ ഡിസ്ചാർജ്, അതർവൈസ് ലോക്കൽ ഭാഷയിൽ നമ്മൾ പറയുന്നത് അതിന് വെള്ളപ്പൊക്ക, സ്ഥിരക്കം, അങ്ങനത്തെ ഇഷ്യൂവിനെ പറ്റിയിട്ടാണ്. ഇനി നമ്മൾ അതിലേക്ക് കിടക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ആദ്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മാസക്കുളി എന്നുള്ള സമയം, അതായത് 1 to 5 days മെൻസ്ട്രൽ പീരിയഡ്സ് എന്നുള്ള സമയത്താണ് ബ്ലീഡിങ് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ളൊരു കുറച്ച് ദിവസം ഒരു വെള്ള കളറിലുള്ള ഡിസ്ചാർജ് സ്ത്രീകൾക്ക് ഉണ്ടാവാം. ഇനി വെള്ള കളറിലുള്ള ഡിസ്ചാർജ് ചിലപ്പോൾ വൈറ്റ് കളറായിരിക്കാം, ചിലപ്പോൾ കളറല്ലാത്ത വെള്ളം പോലത്തെ ഒരു കളറായിരിക്കാം. അത് പോകുന്നത് സ്വാഭാവികമാണ്, അതൊരു ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുള്ളതല്ല. അപ്പോൾ അത് ഒരു നോർമൽ ഡിസ്ചാർജാണ്. അത് ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ടിൽ ദ നെക്സ്റ്റ് പീരിയഡ്സ്, അതായത് ഒരു 25 ദിവസമൊക്കെ ഉണ്ടാവാം, പിന്നെ അടുത്ത പീരിയഡ്സ് ആവണം വരെ. അതൊരു നോർമൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ളൊരു സംഭവം ആണ്. ഇനിയും എപ്പോഴാണ് ഇത് വെള്ളപ്പൊക്ക, സ്ഥിരക്കം എന്ന് പറഞ്ഞിട്ട് അതൊരു ഇഷ്യൂ ആവണേ എന്നുള്ളത്, ഇറ്റ് ഇസ് വെൻ ഒരുപാട് ഹ്യൂജ് ക്വാണ്ടിറ്റീസ്, ഒരു മാതിരി, അതായത് പാൻറ്റീസ്, അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ നനഞ്ഞു പോവുക, പിന്നെ കളർ വ്യത്യാസം വരിക, അതായത് വെള്ള കളറിന് ഒരു തരം കൊഴുത്ത കളറിൽ പോവുക, വെള്ള എന്താണെന്ന് വെച്ചാൽ ഒരു കേർഡി കൺസിസ്റ്റൻസി എന്നൊക്കെ പറയും, അതായത് ഒരു തൈരിൻ്റെ ഒരു ഇതുപോലെ വളരെ പൊട്ട മണം, ചൊറിച്ചിൽ, അവിടെ ഭയങ്കര ചുട്ടുനീറ്റം എന്നൊക്കെ ചിലപ്പോൾ സ്ത്രീകൾ പറയാറുണ്ട്. ആ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് ഇൻഫെക്ഷൻ ആണ് യൂഷ്വലി എൻ്റെ ഒരു റീസൺ. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ഫസ്റ്റ് റീസൺ പറയുന്നത് ഒരു ഇൻഫെക്ഷൻ. ഇനിയിപ്പോൾ അടുത്ത ചിലപ്പോൾ ചിലവർ പറയാം പച്ച കളറിൽ, ഗ്രീനിഷ് കളർ, ഭയങ്കര, അതിനും ഭയങ്കര ഫൗൾ സ്മെല്ലുണ്ടാവും, ഭയങ്കര ഇതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതായത് ഈ അവിടുത്തെ ഒരു ഹൈജീൻ പ്രോബ്ലം വരുമല്ലോ, അതായത് സ്മെല്ല് വരണോ ഡിസ്ചാർജിൻ്റെ ആൾക്കാർക്ക്, ചിലപ്പോൾ അടുത്തിരിക്കുന്നവർക്ക് തന്നെ അതിൻ്റെ സ്മെല്ല് അനുഭവിക്കും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല, സ്ത്രീയുടെ ആരോഗ്യത്തിനും വളരെയധികം എഫക്റ്റ് ചെയ്യും. വജൈനൽ ഇൻഫെക്ഷൻസ് ആണ് അതൊക്കെ, ഒരു ട്രൈക്കോമോണാസ്, അങ്ങനത്തെയൊക്കെ ചില ഇൻഫെക്ഷൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം കാൻഡിഡിയാസിസ്, വജൈനൽ കാൻഡിഡിയാസിസ് ആവാം. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് വേണം. ചിലപ്പോൾ ചില മരുന്നുകൾ, അതായത് ഈസ്ട്രോജൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി ചെയ്യണവർ, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ, മരുന്നുകളൊക്കെ, പിന്നെ വജൈനൽ ഒരു pH എന്നൊക്കെ പറയും, അവിടുത്തെ ഒരു അതിൻ്റെ ഒരു ചേഞ്ച് വരുമ്പോൾ, അതായത് ഇൻഫെക്ഷൻസ് വരുമ്പോൾ ചേഞ്ച് വരും. പിന്നെ എന്താ പറയുക, ചിലവർക്ക് ഡയബറ്റീസ് അസുഖം ഉള്ളവർക്ക്, അല്ലെങ്കിൽ ചില മരുന്നുകൾ കഴിക്കണവർക്കൊക്കെ ചിലപ്പോൾ ഒരു ചേഞ്ചസ് ഉണ്ടാവാം വജൈനൽ ഡിസ്ചാർജിൽ. അപ്പോൾ യൂഷ്വലി നോർമലാണ് വജൈനൽ ഡിസ്ചാർജ്. കുറച്ച് വെള്ളപ്പൊക്കം ഉണ്ടാവേണ്ടതൊന്നും അത്ര പരിഭ്രമിക്കുക, ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഇത്രയും ചില ഇഷ്യൂസ് വരുമ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു കറക്റ്റായിട്ടുള്ളൊരു വിവരവും ഒന്നുമില്ലെങ്കിൽ അതും വെച്ചുകൊണ്ട് ചിലപ്പോൾ നടക്കും. അത് അസെൻഡ് ചെയ്ത് ഇൻഫെക്ഷൻ യൂട്രസിലേക്ക് കയറാം. അപ്പോൾ അതാവുമ്പോൾ പിന്നെ കൂടുതൽ പ്രോബ്ലമാവും. അപ്പോൾ വജൈനൽ ഇൻഫെക്ഷൻസാണ്, വജൈനൽ ഇൻഫെക്ഷൻ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളപ്പോൾ ഇച്ചിങ്, ഡിസ്ചാർജ്, അവിടെ ചൊറിച്ചിൽ, അതായത് ചൊറിച്ചിൽ, അവിടുന്ന് എന്താണ് കൊഴുത്ത വെള്ളം, സ്മെല്ലുള്ള വെള്ളം, എന്താണ് ഇങ്ങനെ കൊഴുത്ത് കൺസിസ്റ്റൻസി ആയിട്ടുള്ളത്, അവിടെ ചൊറിച്ചിൽ, ചുട്ടുനീറ്റം, ചിലവർക്ക് അവരുടെ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് അതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, ബന്ധപ്പെടുമ്പോൾ ഭയങ്കര വേദന ഒക്കെ ഉണ്ടാവാം. ഇനി അടുത്ത വിഷയം, അത് ആ ഒരു ടോപ്പിക്ക് പറയുമ്പോഴാണ്, അത് പാർട്ട്ണർ, അതായത് ഭർത്താവ്,
അവർക്ക് ഇതേപോലെ ഈ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതും പരസ്പരം പകരാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയും ട്രീറ്റ് ചെയ്യുമ്പോൾ ദ പാർട്ട്ണർ ഓൾസോ ഷുഡ് ബി ട്രീറ്റഡ്. രണ്ടുപേർക്കും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഫീമെയിൽ പാർട്ട്ണറിനെ മാത്രം ട്രീറ്റ് ചെയ്യും, അത് ചിലപ്പോൾ മെയിൽ പാർട്ട്ണറിനെയും കൂടി ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അതെന്ന് വെച്ചാൽ അത് പരസ്പരം സ്പ്രെഡ് ചെയ്യണമുണ്ട്, സ്പ്രെഡ് ചെയ്യണ ഇൻഫെക്ഷൻ ആവാം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഒരു നോർമൽ ഹെൽത്ത്, പിന്നെ സ്ത്രീകളുടെ ഒരു നോർമൽ ഹെൽത്ത്, മെൻസ്ട്രൽ സൈക്കിൾസ് റെഗുലറാണോ, അതേപോലെ അവർ വേറെ എന്തെങ്കിലും സപ്പോസിറ്ററീസ് യൂസ് ചെയ്യുന്നുണ്ടോ, ടാംപൂൺസ് എന്നൊക്കെ പറയും, അതായത് പീരിയഡ്സിൻ്റെ സമയത്ത് യൂസ് ചെയ്യണ പാഡ്സിൻ്റെ ഹൈജീൻ ലെവൽസ്, പിന്നെ അസുഖങ്ങൾ, ഡയബറ്റീസ്, തൈറോയിഡ്, അതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഇൻഫെക്ഷൻസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസുള്ള ആൾക്കാർ ഡോക്ടറെ സമീപിക്കുക, അത് വെച്ചുകൊണ്ടിരിക്കരുത്. അതിനുള്ള പരിഹാരമുണ്ട്, അത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യണു. അടുത്ത തവണ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ടോപ്പിക്ക് പറയുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. അതുവരെ നമസ്കാരം.